ഇപ്പോൾ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ്, അദ്ദേഹം ജമ്മു കാശ്മീരിൽ ഇപ്പോഴുണ്ട്, മലയാളിയാണ്. അദ്ദേഹം അവിടെ ഉണ്ട്, വിനോദസഞ്ചാരത്തിനായി എത്തിയതാണെന്ന് മനസ്സിലാക്കുന്നു. അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ്, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ടെത്തിയതാണോ അവിടെ? ഞങ്ങൾ ഇന്നലെ ഒരു ഗ്രൂപ്പ് ടൂറായിട്ട് ഇന്നലെ വൈകുന്നേരമാണ് ശ്രീനഗർ എത്തിയത്. ഇന്ന് ആദ്യത്തെ ദിവസമായിരുന്നു. പഹൽഗാമിലേക്കാണ് പോയത്. പഹൽഗാമിലെ കാശ്മീർ വാലിക്ക് പോകാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ എത്തുമ്പോൾ ഒരു 12:45 കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ച് തിരിച്ച് ഭക്ഷണം കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കയറാൻ വേണ്ടി ഒരുങ്ങിയത്. അത് കുതിരപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു 3-4 കിലോമീറ്റർ കയറേണ്ടിയിരുന്നു. ഞങ്ങൾ കയറാൻ പോണ സമയത്താണ് വിവരം കിട്ടിയത്, അവിടെ വെടിവെപ്പ് നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനി പോകാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞ് വിവരം കിട്ടിയത്. തൊട്ടടുത്ത് എത്തിയിരുന്നു അല്ലേ? ഈ കുതിരസവാരി നടക്കുന്നതിന് തൊട്ടടുത്തല്ലേ? അത് ഞങ്ങള് പഹൽഗാമിലെ ബേസ് ലെവലാണ് നിൽക്കുന്നത്. ബേസ് ലെവലിൽ നിന്നാണ് കുതിരപ്പുറത്ത് പോകേണ്ടത്, ഈ കാശ്മീർ വാലിക്ക് പോകേണ്ടത്. അപ്പൊ ഞങ്ങള് 1 മണിക്കൂർ മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കാതെ പോയിരുന്നെങ്കിൽ ഈ സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടാകുമായിരുന്നു, കാശ്മീർ വാലിയിൽ എത്തുമായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കയറിയാൽ മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞാണ് വീണ്ടും ബേസ് ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയത്. ആ സമയത്ത് കുതിരക്കാരത്ത് പറഞ്ഞ് കയറാൻ നിൽക്കുന്ന സമയത്താണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. അഡ്വക്കേറ്റ് ജിഞ്ചു ജോസ്, ഇപ്പോൾ നേരത്തെ സംസാരിച്ച സെബിൻ, അദ്ദേഹം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ്. അദ്ദേഹം പറയുകയായിരുന്നു ഇന്ന് നല്ലൊരു ദിവസമാണ്, നല്ല തെളിഞ്ഞ അന്തരീക്ഷം, അതുകൊണ്ട് ഒട്ടേറെ സഞ്ചാരികൾ ആ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. താങ്കളുടെ അറിവിൽ മറ്റ് മലയാളി സംഘങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഈ പഹൽഗാം ആ മേഖലയിൽ? അയ്യോ, പഹൽഗാമിൽ ഞങ്ങൾ ധാരാളം മലയാളികളെ കണ്ടു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തിരിച്ചു പോയ ഹോട്ടലടക്കം നിരവധിയായിട്ടുള്ള മലയാളികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ട്രൂപ്പിൽ തന്നെ 27 മലയാളികളാണ് ഞങ്ങളുള്ളത്. പാലക്കാട് നിന്നും തൃശ്ശൂരിൽ നിന്നും ഒക്കെ സമീപത്തായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളത്. അപ്പൊ നിങ്ങളെല്ലാം തിരിച്ചിപ്പോൾ ശ്രീനഗറിലെത്തിയോ? ഞങ്ങൾ പഹൽഗാമെന്ന് ഇറങ്ങി ശ്രീനഗറിലേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ റോഡുകളിലൊക്കെ നന്നായിട്ട് മിലിറ്ററികളുടെ സാന്നിധ്യം കാണാൻ കൂടി കഴിയും. നിരവധി മിലിറ്ററി വാഹനങ്ങൾ ഇപ്പോൾ ശ്രീനഗറിൽ നിന്നും പഹൽഗാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ആക്രമണം നടന്നു എന്നുള്ള വിവരം ആരാണ് അറിയിച്ചത്? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ഡ്രൈവേഴ്സ് ആണോ അതോ മറ്റാരെങ്കിലും ആണോ? അതാണ്, ഞങ്ങൾ കുതിരക്കാരാണ് ഞങ്ങളൊരു വിവരം പറയുന്നത്. അവിടെ അപകടം നടന്നിട്ടുണ്ട്. ആ വിവരം ഞങ്ങൾക്ക് തന്നത് കുതിരക്കാരാണ്. ഞങ്ങൾ കുതിരയോടത്തെല്ലാം പറഞ്ഞ് ഉറപ്പിച്ച്, പണമെല്ലാം പറഞ്ഞ് ഉറപ്പിച്ച് കയറാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. കുതിരപ്പുറത്ത് കയറി പോകേണ്ട സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുതിരക്കാർ തന്ന വിവരമാണ് ഇത്തരത്തിൽ അവിടെ അറ്റാക്ക് നടന്നിട്ടുണ്ടെന്നുള്ള വിവരം. ഇപ്പോൾ ഈ ശ്രീനഗറിലേക്കുള്ള യാത്രയിലാണെന്നല്ലേ താങ്കൾ പറഞ്ഞത്? അതെ അതെ. ഇത് അവിടെ നിന്ന് വാടകയ്ക്കെടുത്ത വാഹനമാണോ അതോ ടൂർ ഏജൻസികളെ ഏർപ്പെടുത്തിയ, നിങ്ങൾ തന്നെ ഏർപ്പെടുത്തിയ വാഹനമാണോ? ഇത് ഞങ്ങളുടെ ഗ്രൂപ്പ് അറേഞ്ച് ചെയ്യുന്ന വാഹനമാണ്. ഞങ്ങൾ 2 ട്രാവലറായിട്ടാണ് ഞങ്ങൾ പഹൽഗാമിലേക്ക് പോയത്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ ശ്രീനഗറിൽ നിന്നും ഹെയർ ചെയ്തെടുത്തിട്ട് പഹൽഗാമിലേക്ക് വന്നിട്ടുണ്ട്, നിരവധി മലയാളികളടക്കം. ഈ വാഹനം ഓടിക്കുന്നവർ ഈ കശ്മീർ സ്വദേശികളാണോ? അവർ മറ്റെന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി? അവർക്ക് ആദ്യം കിട്ടിയ വിവരം ഒരാൾക്ക് അപകടം സംഭവിച്ചതാണ്. പിന്നീടാണ് അപകടത്തിന്റെ തോത് വലുതാണെന്ന രീതിയിലുള്ള വിവരങ്ങൾ അവർക്കടക്കം കിട്ടുന്നത്. ഒരുപാട് പേർക്ക് കാഷ്വാലിറ്റി ഉണ്ടായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ പഹൽഗാമിൽ നിന്നും എല്ലാ ആളുകളെയും മിലിറ്ററിക്കാര് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കടകളും അടച്ചിട്ടു. പഹൽഗാമിലേക്ക് ഒരു വാഹനവും ഇപ്പോൾ കടത്തിവിടുന്നില്ല. ശരി, ഇപ്പോൾ ഈ വഴിയിലൊക്കെ സൈന്യത്തിന്റെ സാന്നിധ്യം ഉണ്ടല്ലേ നിങ്ങൾ യാത്ര ചെയ്യുന്നിടത്തൊക്കെ? ഞങ്ങൾ യാത്ര ചെയ്യുന്ന മിലിറ്ററിക്കാരുണ്ട്. മിലിറ്ററിക്കാർ വാഹനങ്ങൾ ശ്രീനഗറിൽ നിന്നും കൂടുതലായിട്ട് പഹൽഗാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ ശ്രീനഗറിലേക്ക് എത്തുമല്ലോ. അപ്പോൾ സുരക്ഷിതമായി അവിടേക്ക് എത്തുക ജിഞ്ചു. ഏതായാലും ഇത്രയും വിവരങ്ങൾ നൽകിയതിന് നന്ദി അറിയിക്കുന്നു. അദ്ദേഹം അഭിഭാഷകനാണ്. അദ്ദേഹം പഹൽഗാം അവിടെ വരെ എത്തിയിരുന്നു. ഈ ആക്രമണം നടക്കുന്നതിന് തൊട്ടു മുൻപാണ് അദ്ദേഹം ഉൾപ്പെട്ട സംഘം, വിനോദസഞ്ചാര സംഘം അവിടെ എത്തിയത്. അവിടെയുള്ള കുതിര സവാരി നടത്തുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായി അവിടേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ അവർ അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. അവരിപ്പോൾ ശ്രീനഗറിലേക്കുള്ള യാത്രയിലാണ്. 27 പേർ കൊല്ലപ്പെട്ടു ഈ ഭീകരാക്രമണത്തിൽ എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഔദ്യോഗികമായി ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പ്രാദേശിക മാധ്യമങ്ങൾ ഇക്കാര്യം അറിയിക്കുന്നുണ്ട്. ചില ദേശീയ മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഈ 27 എന്നുള്ള കണക്ക് നൽകുന്നുണ്ട്. തെക്കൻ കശ്മീരിലെ പഹൽഗാമിലാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കാത്ത ഒട്ടേറെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വീണ്ടും ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഇപ്പോൾ പ്രധാനമന്ത്രി ശക്തമായ ഭാഷയിൽ അപലപിച്ചിരിക്കുന്നു ഈ
അവിടെ ഒമർ അബ്ദുള്ളയുടെ അറിയിപ്പ് കൂടി വരുന്നുണ്ടല്ലോ, ഈ മരണസംഖ്യ ഉയർന്നേക്കും എന്നുള്ള തരത്തിൽ വലിയ ആക്രമണമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ ബൽറാം. ഉന്മേഷ്, തീർച്ചയായും ഈ പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സർക്കാർ വൃത്തങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഈ ജമ്മു കശ്മീർ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഇതുവരെ യാതൊരു തരത്തിലുള്ള ഔദ്യോഗികമായ വിശദീകരണവും ഉണ്ടായിട്ടില്ല. മരണസംഖ്യ സംബന്ധിച്ചും അത്തരത്തിലുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള മരണസംഖ്യ ഉയർന്നേക്കും എന്ന് അദ്ദേഹത്തിൻ്റെ എക്സ് പോസ്റ്റിലൂടെ അദ്ദേഹം സൂചന നൽകിയിട്ടുണ്ട്. വലിയൊരു ഭീകരാക്രമണം തന്നെയാണ് ജമ്മു കശ്മീരിൽ ഉണ്ടായത് എന്നും ഈ ആക്രമണത്തെ അതിശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു എന്നുമാണ് അദ്ദേഹം തൻ്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത്. സമാനമായ പ്രതികരണം വിവിധ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഈ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ ഈ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ തന്നെ അപലപിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം തന്നെ ജമ്മു കശ്മീരിൽ എത്തും. തുടർ നടപടികൾക്ക് ഭീകരവിരുദ്ധ ഓപ്പറേഷൻ, ഒപ്പം തന്നെ ഈ പരിക്കേറ്റ ആളുകളുടെ ചികിത്സ, നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ ആക്രമണത്തിന് ഇരയായ സംഘത്തെ തിരികെ എത്തിക്കുന്നത് അടക്കമുള്ള നടപടികൾ, ഇവയ്ക്ക് നേതൃത്വം നൽകുക ആഭ്യന്തരമന്ത്രിയുടെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും. അതിന് തന്നെയാണ് ഈ ഒരു ആക്രമണത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷയോട് ജമ്മു കശ്മീരിലേക്ക് പോകാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതും. അതിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനകം തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥലത്തെത്തും. 27 പേർ മരിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ജമ്മു കശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു നൽകുന്ന വിവരം. 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഉന്മേഷ്.